അപ്പോൾ ഗൈസ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബിസി ആയിരുന്നു. ഷോർട്സ് ഒന്നും ഇടാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് വരാണ്. 1.5 വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലേക്ക് ഇന്ന് വരികയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദുബായിൻ്റെ അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ഞാൻ കയറുന്നത്. അപ്പോൾ അബുദാബി എയർപോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയൊക്കെ പിടിച്ച് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പം നോട്ട് അലൗഡ് ആണെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റില്ല. നോക്കാം, എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഒരു 1.5 വർഷത്തിന് ശേഷം എൻ്റെ 7 കിലോ ബാഗേജ് മാത്രമേ ഉള്ളൂ. 7 കിലോ ബാഗേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം 1.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോവാണ്. ലിഫ്റ്റ് ഇത് മെട്രോ സ്റ്റേഷനിൽ എങ്ങനെ പോകുന്നത് ഞാൻ കാണിച്ചിട്ട്. അതാണ് മെട്രോ സ്റ്റേഷൻ്റെ ലിഫ്റ്റ്. താഴെയാണ് മെട്രോ ഇവിടെയൊക്കെ ഉള്ളത്. നമ്മളെ അടുത്ത് പോലൊന്നുമല്ല. മെട്രോ സ്റ്റേഷൻ താഴെയാണ്. അണ്ടർഗ്രൗണ്ടാണ് പരിപാടികൾ കംപ്ലീറ്റ്. അപ്പോൾ ഇത് കാണിക്കാൻ കുറച്ച് ലേറ്റായി പോയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ ലിഫ്റ്റ് വന്ന് നമുക്ക് ലിഫ്റ്റിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളി ഇരുടായി. മെട്രോ സ്റ്റേഷനുള്ളിൽ നിന്ന് ഇപ്പോൾ അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുത്ത് വന്നാൽ എൻ്റെ കയ്യിൽ ഈ കാർഡില്ലായിരുന്നു. ഈ കാർഡിൻ്റെ ആക്സസ് ആണ്. ഇവിടുന്ന് കാർഡ് ആക്സസ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് പോകും. ഇങ്ങനെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഇതിൻ്റെ അടിയിലാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഓൾറെഡി നമ്മൾ ഒരു നില താഴെ ആണുള്ളത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് പിന്നെയും പോകാണ്ട് മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആൾക്കാരൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇതുവഴി ഈ കാർഡ് പഞ്ച് ചെയ്തിട്ടാണ് പോവാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോകേണ്ടത് അൽവാസൽ സെൻറ്ററിലേക്കാണ്. ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ബ്ലൂ ലൈറ്റ് നമ്മൾ ഈ സ്റ്റെയർ ഇറങ്ങിയിട്ടാണ് താഴേക്ക് വന്നത്. എസ്കലേറ്റർ ഇറങ്ങി താഴേക്ക് വന്നത്. ഇതാണ് മെട്രോ. ഇവിടെ നിന്നാണ് നമുക്ക് മെട്രോ കിട്ടുന്നത്. മെട്രോ പോകുന്നു. അയ്യോ, എന്ത് സ്പീഡാണ് അറിയോ ദുബായ് മെട്രോന്ന്. പിന്നെ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെട്രോയിലല്ല, ഈ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് പണ്ടത്തെ അതായത് അറബിക്സ് ഒക്കെ ചെയ്തിരുന്ന പണ്ടത്തെ ഫിഷിംഗ് ആയിരുന്നല്ലോ ഇവർ, അങ്ങനെയായിരുന്നു പറയുന്നത് കേട്ടത്. പിന്നെ അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ കാണാൻ പറ്റും. ഈ സാധനം കണ്ടോ? ഇതൊക്കെ അടിപൊളി ഇത് വരുന്നതാണ് കേട്ടോ. ഫോട്ടോസും പണ്ടത്തെ ദുബായിയാണ് ഇതിപ്പോൾ അടിച്ചു വെച്ചത്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. മെട്രോന്ന് അതായത് ഗോൾസുക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇനി അടുത്ത പരിപാടികൾ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബസ് അബുദാബിക്കുള്ള ബസ് നമുക്ക് വരുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കണം മിക്കവാറും. നമ്മുടെ ഈ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്ഥലത്തായിരിക്കും മിക്കവാറും നമ്മുടെ അബുദാബിൻ്റെ ബസ് വരുന്നത്. അബുദാബിക്ക് വരുന്ന ബസ് എന്ന് വെച്ചാൽ മീൻസ് എനിക്ക് വരുന്നത് ഫ്ലൈറ്റിൻ്റെ ബസ്സാണ്. എത്തിഹാദ് ഫ്ലൈറ്റിൻ്റെ ബസ്സാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തായിരിക്കണം ആ ബസ് വരുന്നത്. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതാണ് കാരണം ടിക്കറ്റ് എടുത്ത ട്രാവൽസ് എന്നെടുത്ത് പറഞ്ഞത് ഈ സേഫസ്റ്റ് വേ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ബസ് വരുന്നതാണ്. അപ്പം മിക്കവാറും ഇവിടെ ആയിരിക്കും ബസ് വരുന്നത്. അപ്പോൾ നമുക്ക് ബസ് കാത്തു നിൽക്കാം. 10 വരെ സമയം വന്നത്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, നോക്കാം. വെയിറ്റ് ചെയ്യാം, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരെ നിങ്ങൾക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ബുർജ് ഖലീഫ നെക്സ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്തുള്ള സ്റ്റോപ്പാണ് ബുർജ് ഖലീഫ. അത്രയും ദൂരത്ത് പോകണം. ബസ് വരുന്നത് വരെ കാത്തു വെക്കാം. ഗൈസ്, എൻ്റെ ബാക്കിലുള്ള ടാക്സിക്കാരനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടാക്സിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടുന്ന് അപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, അവിടെയാണ് നമ്മൾ ബസ് വരുന്നത്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഇതേ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് അപ്പുറത്ത്, അവിടെയാണ് എത്തിയാദിൻ്റെ ബസ് വരുന്നത്. അപ്പോൾ ടാക്സിക്കാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എവിടെയാണ് വരുന്നതെന്ന്. അപ്പോൾ ആൾ പറഞ്ഞ 50 ദിർഹംസിൻ്റെ ഓട്ടോ ഉണ്ട് ഇവിടുന്ന് അവിടം വരെ, പിന്നെ അവിടെ കൊണ്ടാക്കി തരാം. ഏകദേശം ഈ അവിടെ ഒരു അതുണ്ടോ വൈറ്റ് ഇത് വെച്ചാണ്ടോ ബോർഡ്, അവിടെ നിന്ന് അതിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. എന്ത് വെട്ടിപ്പാലേ എൻ്റെ പൊന്നെ, 50 ദിർഹംസ് കത്തിയാനെ ഇപ്പോൾ.
അപ്പോൾ ഞാൻ ആ സേഫസ്റ്റ് വേ, ഈ സേഫസ്റ്റ് വേയിൽ ഞാൻ ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് എന്ത്, ഇവിടുന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ, ആ ബോർഡിൻ്റെ ബാക്കിലാണ് നമ്മൾ വന്ന ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ മെട്രോ കയറിയിട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തി ഇറങ്ങി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ടാക്സിയിൽ കയറുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടും കയറണം, അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും കൂട്ടണം, അല്ലെങ്കിൽ ടാക്സിക്കാർ ഇട്ടിട്ടോ അവരെ ഒരു ശീലം ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടുത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും കാണിക്കാത്തത്. ടാക്സിക്കാർ കുറച്ച് ഇതാണ്, ആ ഒരു ഉരുട്ടിക്കളിയും. അറിയാത്ത ആൾക്കാർ കയറുമ്പോൾ ഇട്ട് ഓടിക്കും, കുറേ ദൂരം ഓടിച്ച് ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കും. സംഭവത്തേ ഉള്ളൂ. അതെ, അപ്പോൾ നമുക്ക് അവിടെ നമുക്കെന്താക്കാം, നമ്മളെ പണിയെടുത്ത് പോകാം. അപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്, അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ പിന്നെയും മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മൾ ആ സൈഡിലാണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ കയറി ഇപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങണം. അതായത് ഇത് നമ്മളെ ഷെയ്ഖ് സയ്യിദ് റോഡാണ് കേട്ടോ. റോഡ് നോക്കിയാൽ പക്ഷെങ്കിൽ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ, ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ളും മറയുന്ന അറിയൊക്കെയാണ്. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇപ്പുറത്ത് കാണാം, ഇത് കണ്ടോ, ഇതിൻ്റെ എൻട്രി ആണ്. ഇതിൻ്റെ ലാസ്റ്റ് എക്സിറ്റ് ആട്ടോ. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് സ്റ്റീലിൻ്റെ ഒരു സംഭവമൊക്കെ വെച്ചില്ലേ, ഈ സാധനത്തിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടാവും. അടിപൊളി. ആ ലൈറ്റ് വരുന്നതുണ്ടോ ഇങ്ങനെ മേലോട്ടേക്ക്, അടിപൊളിയായിട്ടില്ലേ മെട്രോ. സൂപ്പർ മെട്രോ ആണ് കേട്ടോ. ഈ ആദ്യത്തെ മെട്രോയിൽ വരുമ്പോഴേ ഒന്നും മനസ്സിലാവില്ല, എന്താ സംഭവം, എവിടെയാണ് പോകുന്നത്, എന്താ പോകുന്നത് ഒന്നും മനസ്സിലാവില്ല. എനിക്കങ്ങനെ ആയിരുന്നു ആദ്യം. ഇറങ്ങട്ടെ, നമ്മൾ മെട്രോ കയറി കഴിഞ്ഞാൽ താഴെ പോകുന്നു, നില വരുന്നു, എങ്ങോട്ട് പോയി എന്താണെന്നുള്ളതൊന്നും ഒരു പിടുത്തം കിട്ടില്ല, സത്യം പറയാലോ. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ആ സേഫസ്റ്റ് വേ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തായിരുന്നു എടുത്തത്. ഇപ്പം നമ്മളിവിടെ എത്തി ഓപ്പോസിറ്റ് സൈഡിൽ. 50 റംസ് എൻ്റെ കലങ്ങാൻ വേണ്ടി നിന്നായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കറങ്ങേണ്ട, ഇങ്ങോട്ടേക്ക് വരേണ്ട പണിയേ ഉള്ളൂ. എങ്കിൽ ടാക്സിക്കാരാ മോനെ, ടാക്സി കുട്ടാ പണി തരല്ലേ ഇവിടെ. ഓ, നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ. മ്യൂസിഷ്യന്മാർ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം എനിക്ക് ബാഗേജ് ഇല്ല, എൻ്റെ ഗിറ്റാർ എടുക്കാൻ ഉള്ള ബാഗേജ് എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗിറ്റാർ എടുക്കാണ്ട് വന്നത്. അല്ലെങ്കിൽ ഗിറ്റാർ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതിൽ പ്രത്യേകിച്ച് നമുക്ക് കാണിക്കാനൊന്നുമില്ല. ഇതിലൊരു വൈഡ് ഷൂട്ട് ചെയ്തല്ലേ, സൂപ്പറാണ് കേട്ടോ. നോക്കിയേ, ബിസിനസ് ബേ ആണ് നിങ്ങൾ കാണുന്നത്, ബിസിനസ് ബേ. അടിപൊളി അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ദുബായിക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കയറുമെന്നുള്ളൂ. ഇപ്പം ഭയങ്കര പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്, പെട്ടെന്നൊന്നും ഈ വിസയൊന്നും ശരിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. നമ്മളെ ബസ് വരുന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷമുള്ള വീഡിയോ ഇടാം. നമുക്ക് ഒരു ഹോട്ടലിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് പണിയാവും. ഇപ്പോഴേ ഒരു വകയായിട്ടുണ്ട്. 3 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പം ഈ അടുത്ത കാലത്തായിട്ടൊന്നും ഇത്ര ദൂരം ഞാൻ നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഭയങ്കര അയർത്തി നാട്ടിലേക്ക് വരെ എന്തൊക്കെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതാ നമ്മൾ നടന്ന് ബുർജ് ഖലീഫേൻ്റെ അടുത്ത് എത്തി കേട്ടോ. സൂം ചെയ്തോ, ബുർജ് ഖലീഫ നമുക്കൊന്ന് സൂം ചെയ്യാം. ഹോൾഡാണ് ബുർജ് ഖലീഫ കാണാത്തവർക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, എന്ത് ബിൽഡിംഗ് അല്ലത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബുർജ് ഖലീഫേൻ്റെ ഈ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, യമറല്ല, അതിൻ്റെ ആ ബിൽഡിംഗ് ഉണ്ടോ, അതായത് ആ ബിൽഡിങ്, അത് ഭയങ്കര രസം. 2 ബിൽഡിങ്ങിന് അതിലൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാം. എൻ്റെ തണുത്ത ഷേക്ക് കുടിച്ച് നോക്കുമ്പോൾ പണിപാളി. നൈറ്റൊക്കെ
അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ ഉണ്ട് കേട്ടോ നമ്മുടെ DJക്ക്. അപ്പോൾ നമ്മൾ നടന്ന് നമ്മൾ സേഫസ്റ്റ് വേ, അപ്പുറത്തെ സേഫസ്റ്റ് വേ നിന്ന് ഇപ്പുറത്തെ സേഫസ്റ്റ് വേ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണം. ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എമിഗ്രേഷൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുമോ എന്നൊക്കെ സംശയമാണ്. എത്തിഹാദിൻ്റെ എനിക്ക് തോന്നുന്നത് എത്തിഹാദിൻ്റെ ഒരു കൗണ്ടറോ അങ്ങനെ എന്തെങ്കിലും ഇതിലുണ്ടാവും. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ്, ഇവിടെയാണ് ബസ് വരിക. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം എത്തിഹാദിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും. നോക്കാം. സൂപ്പർ മാർക്കറ്റിൻ്റെ എൻട്രി കേട്ടോ. ചെക്ക് ചെയ്യാം. ബൈ നമുക്ക് ചെക്ക് ചെയ്യാം അതിനുള്ളിൽ എങ്ങനെയാണുള്ളത്. എൻ്റെ പൊന്നെ അടിപൊളി സൂപ്പർ മാർക്കറ്റ് കേട്ടോ. പിന്നെ ഫ്ലവറൊക്കെ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സെറ്റപ്പാണ് കേട്ടോ അവിടെ. പിന്നെ മേലെയാണ്. ഇതാണ് നമ്മൾ എത്തിഹാദിൻ്റെ എയർവേസിൻ്റെ സംഭവമാണ് കേട്ടോ ഇത്. ഇവിടെയാണ് ഇവരെ കൗണ്ടർ. പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം, നമ്മളെ ബാഗൊക്കെ എടുത്തിട്ട് മേലെ വെക്കാം, ആയിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങാം. വർക്കായി. ഞാൻ വെച്ചത് വർക്കായില്ല കേട്ടോ. അടിപൊളി ഗിഫ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റിയ സൂപ്പർ സാധനങ്ങളുണ്ട്. ചേട്ടൻ കൈ കാണിക്കുന്നുണ്ട്. ടാറ്റ. മലയാളിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എവിടെ പോയാലും മലയാളികളുണ്ടാവും. അത് നമ്മളെ രക്തത്തിൽ അലിച്ചു വിട്ടതല്ലോ. എവിടെ ലേഡീസിൻ്റെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ബ്യൂട്ടി പാർലറാണ് ഇത്. ജെൻസിൻ്റെ മുടി വെട്ടുന്നതാണ്. സോറി. അപ്പോൾ നമ്മളെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെയിറ്റിങ്ങിൽ ബസ് വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്കാരെ ഞാൻ കാണാൻ പറ്റുക. ഇവരൊക്കെ എൻ്റെ കൂടെ വെയിറ്റിങ്ങിനുള്ളതാണ്. ഇതാണ് സേഫസ്റ്റ് വേ സൂപ്പർ മാർക്കറ്റ്. നമ്മളെ ബസ് വെയിറ്റിംഗ് ഏരിയ. ഇതൊക്കെ എൻ്റെ കൂടെ ആ ഫ്ലൈറ്റിൽ വരുന്ന ആളായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു ബാബർ ഷോപ്പെല്ലാം ബാബർ ഷോപ്പ്. പിന്നെ കുട്ടികൾ കളിക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. കാലിയ കേട്ടോ, സംഭവം കാലിയ. പിള്ളേരെന്താ കളിക്കുന്നത് നോക്കാം നമുക്ക്. പിള്ളേരെന്താ കളിക്കുന്നത് നോക്കണ്ടേ. ഇത് കിഡ്സിൻ്റെ സലൂൺ കേട്ടോ. കിഡ്സ് സലൂൺ നല്ല രസമുണ്ടല്ലേ. ബ്യൂട്ടിഫുൾ, അടിപൊളി. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കിഡ്സിൻ്റെ സലൂൺ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അടിപൊളി. ഇതൊക്കെയാ ചെറിയ കുട്ടികൾക്കൊക്കെ ഇരുന്നിട്ട് മുടി മുറിക്കാൻ പറ്റിയ അടിപൊളി സെറ്റപ്പ്. പറയാം യമണ്ടൻ സെറ്റപ്പ് എന്നൊക്കെ പറയാം. സ്കൂളാട്ടത്. പിള്ളേരൊക്കെ സ്കൂളാക്കി ജോലിക്ക് പോകാൻ പറ്റിയ സ്ഥലമായിരുന്നു. കോഫി ഷോപ്പും മറ്റേതൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വെക്കാം. എന്തായാലും വെറുതെ അല്ലേ. അടിപൊളി ഒന്ന് കയറി നോക്കാം. സൂപ്പർ കേട്ടോ. എൻ്റെ പൊന്നെ ഈ ഒരു എൻട്രി ഉണ്ടല്ലോ അടിപൊളി കേട്ടോ. ഇതിനുള്ള ഇത് റെസ്റ്റോറൻ്റ് കേട്ടോ. സംഭവം റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കുട്ടിയൊക്കെ കളിക്കാം. തല തെറിച്ച പിള്ളേരൊക്കെ ഉണ്ട്. ഇവിടെ കൊണ്ടിട്ടാൽ മതി. ഇവിടെ നിന്ന് കളിച്ചോളൂ. സമാധാനമായിട്ട് ഫുഡെങ്കിലും കഴിക്കാം. അതാണ് സംഭവം. മേലോട്ടെല്ലാം കയറി പോകാൻ പറ്റും പിള്ളേർക്ക്. ഇങ്ങനെ ഓടിക്കളിക്കാം. സീബ്രൊക്കെ ഉണ്ട് കേട്ടോ. സീബ്ര. അടിപൊളി സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിൽ മെനു കാർഡൊക്കെ ഉണ്ട് കേട്ടോ. നഗറ്റ്സൊക്കെ ഉണ്ട്. ചിക്കൻ നഗറ്റ്സ്. നൈസ്. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല അടിപൊളി. അടിപൊളിയല്ലേ. എന്ത് രസാ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടത്. പക്ഷെ ഇതൊക്കെ പച്ച കളർ കൊടുത്ത ലൈറ്റാണ്. ലൈറ്റ് പച്ച കളറിൽ വരുന്നതുകൊണ്ടാണ് ടോണടിക്കുന്നത്. പച്ച കളറല്ല. സെറ്റപ്പാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ബസ് വരുന്നത് വരെ കാത്തിക്കണം. ബസ് വന്നതിന് ശേഷം ബസ്സിൽ കയറി പോവാം. അതിന് അബുദാബി വരെ ഇരിക്കണം. ഞാൻ അവിടെ നിന്നൊരു ജ്യൂസും ഇതൊക്കെ കുടിച്ചിട്ടാ. ഒന്നും കാണിക്കാൻ പറ്റില്ല, ഒരു കോളിലായിരുന്നു. അതുകൊണ്ട് ഒന്നും കാണിക്കാൻ മിസ്സായിപ്പോയി. സാരമില്ല, നമുക്കിനിയും
ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഞാൻ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചു വിടാം. ഓക്കെ, ബസ് വരുന്നവരെ കാത്തേക്കാം. ഗൈസ് സ്റ്റാർട്ട് റെക്കോർഡ്. അപ്പോൾ ഗൈസ് സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. 10 മണി. ഇപ്പോൾ UAE സമയം 10 മണിയായി. അപ്പോൾ നമ്മൾ 2 ബസ് നിൽക്കണം. 2 ബസ് ഇവിടെ വന്നു നിന്നിട്ടുണ്ട് ഓൾറെഡി. അതിൽ ഒരു ബസ്സിലേക്കാണ് നമ്മൾ പോകേണ്ട ബസ്. ഇത് ഓൾറെഡി ഇപ്പോൾ 9:30 ബസ്സുണ്ട്. അത് കുറച്ച് ലേറ്റായി. എങ്കിൽ ഇതിലല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പോകേണ്ട ബസ് അപ്പുറത്താണ്. അതിപ്പോൾ ആൾക്കാർ ഫില്ലായതിന് ശേഷം മറ്റേ ബസ് എടുത്തിട്ട് പോകും. 2 ബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണുള്ളത്. ഒരു 10:30 വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം നേരെ അബുദാബിക്ക്. ഗൈസ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരുന്നിട്ടുണ്ട്. ഇതാണ് ബസ് കേട്ടോ. ഭയങ്കര ബ്ലൂ ലൈറ്റൊക്കെ വെച്ചിട്ട് അമ്മായിട്ട് സെറ്റപ്പിലൊരു ബസ്സാണ് കേട്ടോ. ഇത്രയും അടിപൊളി. പക്ഷേ ചെറിയൊരു ബസ്സാണ്, കുഴപ്പമില്ല. നല്ല എല്ലാവർക്കും നല്ല സീറ്റൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ സിറ്റിങ്ങാണ് ഈ ബസ്. പക്ഷേങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഇവർ നല്ല സർവീസായിരുന്നു കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റില്ല. അവൻ മറ്റേ വെള്ളവും പഴവും ഇതൊക്കെ തന്നിട്ട് ഒരു പഴവും ഒരു വെള്ളവും തന്നിട്ടുണ്ട് ഈ ബസ്സിൽ നിന്ന് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. നല്ല അടിപൊളി സർവീസായിരുന്നു. ഈ ഫ്ലൈറ്റിൻ്റെ അതേ സർവീസായിരുന്നു ഈ ബസ്സിലും എനിക്ക് അനുഭവിച്ചത്, അങ്ങനെ തന്നെ പറയാം. ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ അബുദാബി എയർപോർട്ടിൽ എത്തിയതിന് ശേഷം നമുക്ക് കാണാം. ഞാനും ഫസ്റ്റ് ടൈമാണ് അബുദാബി എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അബുദാബി എയർപോർട്ട് ഇതോ എൻ്റെ പൊന്നെ, എനിക്ക് എന്താണെന്ന് അറിയുമോ, ഇത് വൈഡിലിട്ട് കാണിക്കണം. സൂപ്പർ സാധനമാണ് കേട്ടോ. അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. ഇത്രയും വലിയ എയർപോർട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിൽ വന്നത്. അബുദാബിയിൽ ഇപ്പോൾ 8 വർഷമായി ദുബൈയിൽ, പക്ഷെങ്കിൽ അബുദാബിയിൽ കാലുകുത്തുന്നത് ആദ്യമായിട്ടാണ്. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടിയിലേക്ക് പോകാം. പരിപാടിയിലേക്ക് പോകാം. ഓട്ടോമാറ്റിക് ഡോറൊക്കെ ഉണ്ട് ഉള്ളിൽ. എല്ലായിടത്തിലുണ്ടാവുന്നത് നോർമൽ ഓട്ടോമാറ്റിക് ക്യാമറ. ലോ ലൈറ്റിന് ഒറിജിനൽ പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പോളി പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിൽ എത്തിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് ഒക്കെ കുറച്ച് പാളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ, നമ്മൾ അവിടുന്ന് ഉള്ള വ്ളോഗൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എമിഗ്രേഷൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഈ ക്യാമറ എടുത്തിട്ടാണ് എന്നെ മുന്നോട്ട് കയറുന്നത്. പക്ഷെങ്കിൽ അവിടെ നിന്ന് തന്നെ പിടിച്ചു പള്ളി. അവിടെ നിന്ന് പിടിച്ചു പറഞ്ഞ് ഇത് അലോഡല്ല ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എമിഗ്രേഷൻ കഴിഞ്ഞ് അതിന് ശേഷം ഡ്യൂട്ടി ഫ്രീയിൽ എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീയിലെത്തി. ഡ്യൂട്ടി ഫ്രീയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ അബുദാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർപോർട്ട് ഭയങ്കര പൊളിയാട്ടാ, ഒരു രക്ഷയില്ല. പൊളി എയർപോർട്ട്. എന്താ പറയുക, ദുബായിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഒക്കെ, ദുബായ് എയർപോർട്ടിൻ്റെ ഈ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഇത്ര ബ്യൂട്ടിഫുൾ അല്ല. ഇത് ഭയങ്കര കളർഫുള്ളാണ്. എന്താ പറയുക, നിങ്ങൾ കാണുന്നുണ്ടാവും. സൗണ്ടൊക്കെ എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല. നേരത്തെ സൗണ്ടൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര അബദ്ധമായിരുന്നു. ഭയങ്കര ബസ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തു, ബസ്സിൻ്റെ ആ സൈഡത്തെ വീഡിയോ ഒക്കെ ഭയങ്കര അബദ്ധമായിരുന്നു. മറ്റബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മളിതിൻ്റെ സംഭവത്തിലുള്ള മൈക്ക് വാങ്ങിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇതുവരത്തെ ഞങ്ങൾ കുറച്ച് അടുത്ത് നിന്നിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കുറച്ച് കാണിച്ചു തരാം. ഓപ്പോസിറ്റുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുള്ളതെന്നുള്ള. ഇതാ നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരു വൈഡ് ഇട്ടിട്ട് കാണിച്ചു തരാം. എൻ്റെ പൊന്നി, സൂപ്പർ എയർപോർട്ടാണ് കേട്ടോ, അടിപൊളി. നമ്മളിപ്പോൾ ആ ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് കാണുന്ന അതേ ഒരു സംഭവമാണ്. ഇങ്ങനെ ആയിട്ടല്ലേ, സെയിമാണ് അതിൻ്റെ ഉള്ളിലുള്ള
ആ ഡിസൈൻ കേട്ടോ, സെറ്റപ്പ് തന്നെയാണ്. ഓ പിന്നെ ഇവിടുന്ന് ഒന്നും വാങ്ങാനുള്ളതൊന്നും ഇവിടുന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാണാം, നിങ്ങൾക്ക് കാണാം മറ്റേ ടോം ഫോർഡ്, ഗുച്ചി അങ്ങനത്തെ ഒക്കെ വലിയ വലിയ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ചെറിയ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഒരു ചെറിയ പരിപാടികളൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പെർഫ്യൂം വാങ്ങിക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളെ കൊണ്ട് താങ്ങുന്ന കേസല്ല. ഇതുണ്ടോ ചെറിയ ചെറിയ കട, കിയോസ്കി ഉണ്ടോ, സൂപ്പർ കിയോസ്കിയാണ് ഇതൊക്കെ. സവറോസ്കി. ഓ എന്തിത്, ഇതൊക്കെ മാരക റേറ്റ് ആയി കേട്ടോ. സെറ്റപ്പന്നെ കാണിച്ചു തരാം. ആർമ എന്താണ് ഇവിടെ ഒക്കെ ഫുള്ള്. എനിക്ക് ഡ്യൂട്ടി ഫ്രീയിൽ മുഴുവനായിട്ടും ഈ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, പെർഫ്യൂമും പിന്നെ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഇതുണ്ടോ എൻ്റെ പൊന്നെ, എന്തൊക്കെയത് ഇതിനകത്ത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മളെ ക്യാമറേൻ്റെ അവസ്ഥയും. ഇത് പെർഫ്യൂമാണ് കേട്ടോ, അടിപൊളി സാധനം. ഇതൊക്കെയാ പെർഫ്യൂമിൻ്റെ ഒക്കെ ഡിസ്പ്ലേ നോക്ക്, എന്തൊരു ബ്യൂട്ടിഫുൾ ഉണ്ടോ, സൂപ്പർ. ഞങ്ങൾക്ക് ഇതൊക്കെ എടുത്ത് വീടിട്ടോ. ചേട്ടൻ്റെ പാസ്പോർട്ട് വന്നു, പാസ്പോർട്ടിന് ചവിട്ടിയാണ് ഇപ്പോൾ. എൻ്റെ പൊന്നെ, ഇതുപോലത്തെ പെർഫ്യൂമിൻ്റെ നോക്കിയ, പെർഫ്യൂമിൻ്റെ ഒരു ഡിസ്പ്ലേ നോക്കിയാൽ ജ്വല്ലറിയിൽ വരെ ഉണ്ടാവില്ല ഇത്ര നല്ല ഡിസ്പ്ലേ. അടിപൊളി സെറ്റപ്പ്. ഇതാവും 3600 കേട്ടാ, 70,000 മേലെ റേറ്റായി. ഇതെന്ത് ഇത് ഉണ്ടായോ ദൈവമേ. 70,000 ഉണ്ടാ ദൈവമേ. ഇത് 1 മില്യൺ. ഇതിൻ്റെ കോപ്പിയാണ് നമ്മൾ വാങ്ങിച്ചത്. 1 മില്യൻ്റെ പൊളി സാധനമാടാ. ഇതാ എന്തിൻ്റെ സാധനം ഇത്, എൻ്റെ മോനെ. അയ്യോ അടിപൊളി. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യവാ പൊളി. ഇതിനൊക്കെ വലിയ ഇതൊന്നുമില്ല കേട്ടോ, 250, 400 ആ റേറ്റ് ഉണ്ട്. ഇതൊന്ന് പാസ്സാക്കണം. അടിപൊളി സാധനം കേട്ടോ. ഇതെന്ത് വെള്ളത്തിൽ വീണത്, സൂപ്പർ സാൻഡൽ. ഇതൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ് കേട്ടോ. അടിപൊളി സാധനം, അടിപൊളി സാധനം. പൊളി പൊളി പൊളിയോ പൊളി. ലിപ്സ്റ്റിക് ആരാധകരുണ്ടെങ്കിൽ ഡ്യൂട്ടി ഫ്രീ നിന്ന് വാങ്ങിച്ചോട്ടോ, അവിടെ ഉണ്ട്. അടിപൊളി സാധനം. പിന്നെ പെർഫ്യൂമാണ്, പെർഫ്യൂമിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ട്. എന്തൊക്കെ പെർഫ്യൂമാണോ അതൊക്കെ അവിടെ ഉണ്ട്. അതാണ് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നടന്ന് തളർന്നിട്ടാ, തോളൊക്കെ പോയി. 7 കിലോ ഇട്ടിട്ട് ഇങ്ങനെ നടന്നൊരു ബൈക്ക്. എൻ്റെ അമ്മേ, ഇത്രയേ ഉള്ളൂ ഡ്യൂട്ടി ഫ്രീ. വേറെ നമ്മളെ എൻ്റെ മോനെ ഇത് തീർന്നില്ലല്ലോ. തീരാത്ത കഥകളാണ് ഇതിലൊക്കെ ഉള്ളത്. കണ്ടോ ഡ്യൂട്ടി ഫ്രീ. ഇതിൽ ലുലുണ്ട് കേട്ടോ, പൊളി സാധനം. നമ്മളെ ലുലുവിനെ മറക്കാൻ പറ്റുമോ ഗൈസ്? തോളെല്ലാം പൊട്ടി. അപ്പോൾ ഇതാണ് അബുദാബി എയർപോർട്ടിലുള്ള കാഴ്ചകളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര തോൽവേണ്ട. നോക്കിയേ, ഓ ഫ്ലൈറ്റിൻ്റെ സമയമുള്ള ഡിസ്പ്ലേ ഉണ്ടാ, പൊളി സാധനം ഉണ്ടോ, മാരകം തന്നെ. നടന്നിട്ടൊന്നും തീരുന്നില്ല. ഡ്യൂട്ടി ഫ്രീ അവിടെ കഴിഞ്ഞു തോന്നുന്നു കേട്ടോ, അവരോട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. McDonald's ഒക്കെ ഉണ്ട് ഇവിടെ, എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് ചാർജാക്കാനുള്ള കണ്ട് ചേച്ചി നടക്കും കേട്ടോ. ചാർജാക്കാനുള്ള പരിപാടി നോക്കണം. ചാർജില്ല, ചാർജാണ് ഇനിയിപ്പോൾ നമുക്കില്ലാത്തത്. ക്യാമറയിലും ചാർജില്ല, ഫോണിലും ചാർജില്ല,
മൊത്തം പോയിട്ടാണുള്ളത്. അപ്പോൾ ചാർജ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നീങ്ങണം, അല്ലെങ്കിൽ പണിയാവും. അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ചെയ്യണം. ഒരുപാട് പോലീസാണോ? ഞാൻ വിചാരിച്ചു എന്നെ പൊക്കിയത്. ഇവരോട് ഇങ്ങനെയാവും. അപ്പോൾ കേസ് ഇവിടെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. അത് മാരകമായിട്ടാ. 8 കിലോൻ്റെ അടുത്തുണ്ട്, 7 കിലോ ഉള്ളൂ. ചിലപ്പോൾ മിക്കവാറും നമ്മൾ ഇത് കൊടുക്കേണ്ടി വരും. നമ്മളപ്പോൾ മിക്കവാറും ഇനിയൊന്നും കൂടെ പോകും മിക്കവാറും. പിന്നെ എൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് ചെടിയാട്ടോ. സൂപ്പർ സ്ഥലം. നടക്കെ ഒടിഞ്ഞു ബാഗ് ഇട്ടിട്ട്. 1.5 വർഷമായില്ലേ വെയിറ്റ് ഒന്നും എടുത്തിട്ട്. വെയിറ്റ് എടുക്കാറില്ലല്ലോ. അധ്വാനം തുറന്ന് എക്സസൈസ് പോലും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ആയി മാറിയത്. ചാർജ് ചെയ്യാനുള്ള സ്പോട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. ഇനിയിപ്പം ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ആദ്യം വീഡിയോ ഒന്നും എടുക്കാൻ അലോഡില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കെന്തായാലും ഇവിടെ വെച്ച് നിർത്താം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്നെ ഇവർ ഫ്ലൈറ്റ് കയറാൻ വിടില്ല. ഒരിക്കലും അവിടെ നിന്ന് പൊക്കി, രണ്ടാമത് ഇവിടെ നിന്നും കൂടി പൊക്കിക്കഴിഞ്ഞാൽ എൻ്റെത് എന്തായാലും തീരുമാനമാക്കി തരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്കെന്താക്കാം, ഇന്നത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് കുറേ സംഭവം ഉണ്ട്, നടക്കാനൊന്നും വയ്യ. അപ്പടെ ഒരു ബൈക്കായി കാണിക്കാനേ പിടിക്കാനൊക്കെ ഫുള്ള് ഉണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്യും. വാച്ചിൻ്റെ ഷോപ്പുണ്ടോ? പൊണ്ണി ഇതൊന്നോ? ഇതേത് ഒമേഗയാണോ? ഒമേഗ എന്നുള്ള ബ്രാൻഡിൻ്റെ വാച്ചാട്ടോ അത്. അടിപൊളി സാധനം. ഹായ്, can I take videos? Is fine. YouTube purpose, no please. Super. YouTube is not allowed. Not allowed YouTube. Hi, it's YouTube. Okay. എല്ലാടിയും എന്നെ എല്ലായിടത്തും ചവിട്ടി പുറത്താക്കണം. ചവിട്ടി ഇടുന്നും കിട്ടി. യൂട്യൂബ് പർപ്പസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്ക് കാണിക്കണ്ടെന്ന് തോന്നുന്നത്. നോട്ട് അലോഡാ, എല്ലായിടത്തും നോട്ട് അലോഡാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വ്ളോഗർമാരൊക്കെ ചവിട്ടുന്ന ഒരു പരിപാടിയാണേ. പോയി കഴിഞ്ഞാൽ ഇവിടേക്കൊന്നും എത്താത്ത ആൾക്കാർ ഇതൊന്നും കാണില്ല. തന്നെ പൊളി പന്തൂറേൻ്റെ അടിപൊളി സാധനങ്ങളാണ്. സൂപ്പർ. ഇതിന് ഇടുന്ന ചാംസും മാറ്റി ഇടുന്ന ചാംസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയാണ്. ഓനെ നടന്ന് നോക്കുക. നമ്മളുള്ളിൽ കയറിയിട്ടില്ല, നമ്മൾ പുറത്തുള്ളത്. എന്താ പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ടാ? അപ്പോൾ ഒരു കുഴപ്പമില്ല. പന്തൂറേണ്ട അയ്യോ, ചെറിയ റിങ്ങിൻ്റെ റേറ്റ് ഉണ്ടോ? 400 ദിർഹം. ഒരു പ്രൈസ് വെച്ചുണ്ടോ? ചെറിയൊരു മറ്റേ സാധനത്തിൻ്റെ വില എന്നോ കട്ടയില്ലേ, കട്ടേൻ്റെ വില വെച്ചേക്കാം. നല്ല രസമുണ്ടല്ലേ? അതൊരു ഭയങ്കര സംഭവമായിട്ടുള്ളത്. പന്തോറ എൻ്റെ ആക്ഷൻ 4ൻ്റെ ചാർജ് അങ്ങനെ മുട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 15% കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ തിരിഞ്ഞ് പറഞ്ഞു ഇവിടെ തന്നെ. അതാണ് മറ്റേ അവിടെയായിരുന്നു മറ്റേ ആൽക്കഹോളിൻ്റെ സെക്ഷൻ ഉള്ളത്. അവിടെ കയറുമ്പോഴാവും പറഞ്ഞത് യൂട്യൂബ് പർപ്പസിന് എടുക്കാൻ പാടില്ല, മറ്റേ അങ്ങനെയാണ് തേങ്ങയാണ്, ഇവിടെ ആൾക്കാർ ഫേസ് വരുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു, ഞങ്ങൾ കംപ്ലയിൻറ്റ് വരുന്നു,
അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്തിനാ നമ്മളായിട്ട് അവർക്കൊരു കുഴപ്പമുണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം. നമുക്ക് ഇഷ്ടംപോലെ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോ ഇടാൻ പറ്റും. പിന്നെ ഇത്രയും കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യം എന്ന് വിചാരിക്കുക. ഇത്ര ആൾ കാണുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കും ഒരു ഇത് തന്നെ ആയിരിക്കും. മീൻസ് ഇതിൽ നമുക്ക് ഇല്ലാത്തത് കുറേ കാണിക്കാൻ പറ്റാത്തതൊക്കെ ഇതിനകത്തുണ്ട്. കാണിക്കാൻ പറ്റാത്തത് മീൻസ് അങ്ങനെയല്ല, ഇവിടെ നോട്ടഡ് അലൗഡ് അല്ലാത്ത സംഗതിയൊക്കെ ഇതിനകത്തുണ്ട്, വന്നിട്ടുണ്ട്. അതേപോലെ പിസ്താഷ്യോ, കുനാഫ, ചോക്ലേറ്റ് ഒക്കെ, കുഞ്ഞാഫ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ് പൊളി സാധനം കേട്ടോ. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ കൂടെ റേറ്റ് ജാസ്തിയാണ്. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പൊളി സാൻഡ്വിച്ച്. ഇതുണ്ടോ? ഓ, ഇത് കുനാഫേൻ്റെ വേറൊരു ഐറ്റം തോന്നുന്നല്ലോ. പൊളി ഇതൊക്കെ കേട്ടോ. എയർപോർട്ടിൽ ഇതൊക്കെ സാധനമൊക്കെ ഉണ്ടോ? എൻ്റെ കൊണ്ട് ഇതെപ്പത്തെ തീർക്കാനാ ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളോ? അടിപൊളി. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷനിലേക്ക് പോകാം. ലുലു ഉണ്ടോ? നട്ട്സ് മാത്രമുള്ള ലുലു. ഞാൻ നേരത്തെ കണ്ടത്, ഞാൻ വെച്ച് ലുലു ഇവിടെ സൂപ്പർ മാർക്കറ്റ് ആയിരിക്കും, പക്ഷേ ഇത് നട്ട്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ ലെവൽ കേട്ടോ. ലുലുവിൻ്റെ നട്ട്സ് മാത്രമുള്ള കട. എൻ്റെ പൊന്നെ, ഈ സാധനം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് അതൊന്നും. പിന്നെ ഇഷ്ടംപോലെ സാധനം കേട്ടോ, ഫുള്ള് ചോക്ലേറ്റ്, ഒരു രക്ഷയില്ല. നേരത്തെ ചോക്ലേറ്റ്. ലുലുവിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലേ, ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുള്ളത്. നമുക്കെന്തായാലും നമ്മളൊക്കെ ഈ ബാഗിൽ കിടക്കുന്നുണ്ട്, നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ല. അവിടെ നോക്കിയിട്ട് എന്ത് കാര്യം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നേരെ വണ്ടി പിടിക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ എന്നെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നാട്ടിലെത്തിയിട്ട് കാണാം.